നവകേരള സദസ്സിൽ പങ്കെടുക്കാത്ത തൊഴിലുറപ്പ് തൊഴിലാളികളോട് പ്രതികാര നടപടി. ആലപ്പുഴ തണ്ണീർമുക്കത്ത് തൊഴിലാളികൾക്ക് ജോലി നിഷേധിച്ചു. നവകേരള സദസ്സിൽ പങ്കെടുക്കാത്ത 200ഓളം തൊഴിലാളികൾക്കാണ് ജോലി നിഷേധിച്ചത്. നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, സാധാരണക്കാരായ സ്ത്രീകളാണ് ഈ തൊഴിലുറപ്പ് തൊഴിൽ പങ്കെടുക്കുന്നത്. ഈ നവകേരള സദസ്സിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാണ് ഇവർക്ക് ഈ തൊഴിൽ വരെ നിഷേധിക്കുന്നത്. എന്തിനാണ് ഈ പാവങ്ങൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചെയ്യുന്നത്? രജനി, നവകേരള സദസ്സുമായുള്ള വിവാദം ആലപ്പുഴയിൽ വിട്ടൊഴിയുന്നില്ല. ആലപ്പുഴയിലെ തണ്ണീർമുക്കം പഞ്ചായത്തിലെ 23-ാം വാർഡിലെ 200-ലധികം തൊഴിലാളികൾക്കാണ്, സ്ത്രീകൾക്കാണ് തൊഴിലുറപ്പ് ജോലി നിഷേധിച്ചിരിക്കുന്നത്. ഇന്ന് അവരാരും തന്നെ ഈ നവകേരള സദസ്സിൽ പങ്കെടുത്തില്ല. അവർ പറയുന്നത് ഇവരിൽ ഏതാണ്ട് 250ഓളം ആളുകൾ ഉള്ള ഒരു 2 യൂണിറ്റുകളാണ്. ഇതിൽ 50 പേര് മാത്രമാണ് ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ എത്തിയത്. ചില സ്ത്രീകളുടെ ഭർത്താക്കന്മാർ ഈ തൊഴിലുറപ്പ് നവകേരള സദസ്സിൽ പങ്കെടുത്തു. അവരുടെ ഭാര്യമാർക്ക് ജോലിയുണ്ട്. ഇന്ന് ഇപ്പോൾ ഇവർ പ്രധാനമായും ചെയ്യുന്നത് ഈ തണ്ണീർമുക്കം ആ ഭാഗത്തൊക്കെ പച്ചക്കറി കൃഷി ആണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. ഇന്ന് പച്ചക്കറി കൃഷിക്കായി എത്തിയ സ്ത്രീകളോടാണ് അവിടുത്തെ വാർഡ് മെമ്പർ പറഞ്ഞത്, ഇന്ന് നിങ്ങൾക്ക് ജോലിയില്ല, നവകേരള സദസ്സിൽ പങ്കെടുത്തവർക്ക് മാത്രമാണ് ഇന്ന് ജോലിയുള്ളത്, ബാക്കിയുള്ളവർ മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് ഈ തൊഴിലാളികൾ നമ്മളെ വിവരം അറിയിച്ചത്. നമ്മളവിടെ ചെന്നപ്പോൾ ഇവർ പറയുന്നതും ഈ രീതിയിലാണ്. മെമ്പറും ഈ തൊഴിലുറപ്പിന്റെ മേറ്റുമാരും ഇവരോട് ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ മാറി നിന്നത്. 50 പേർക്ക് മാത്രമാണ് നിലവിൽ അവിടെ ജോലിയുള്ളവർ. അവരോട് മെമ്പർ പറഞ്ഞതും ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ ഇന്ന് ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയത്. ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും, തണ്ണീർമുക്കം പഞ്ചായത്തിൽ മാത്രമല്ല പലയിടങ്ങളിലും ഇത്തരം തൊഴിൽ നിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്.